ഇത്തരത്തിൽ അവഹേളിച്ച ഈ പറയുന്ന BJP-യുടെ ഈ മന്ത്രി എന്ന് പറയുന്ന വിജയ് ഷായും ഒരു തരത്തിൽ രാജ്യദ്രോഹ കുറ്റം തന്നെയല്ലേ ചെയ്തിരിക്കുന്നത്? ഇത്രയൊക്കെ തന്നെ വെളുപ്പിച്ച് നിർത്താൻ നോക്കിയാലും, എത്രയൊക്കെ തന്നെ മതസൗഹാർദ്ദം പറഞ്ഞാലും ഉള്ളിൽ കിടക്കുന്ന വിഷം ചില സമയങ്ങളിൽ അവർ അറിയാതെ പുറത്തു വരും. അതിന്റെ ഏറ്റവും വലിയൊരു ഉദാഹരണം തന്നെയാണ് മധ്യപ്രദേശ് മന്ത്രിയായ വിജയ് ഷാ. ഈ വിജയ് ഷാ എന്ന് പറയുന്ന മന്ത്രി ഇന്നലെ നടത്തിയ ഒരു പ്രസ്താവനയും അതിനോടനുബന്ധിച്ച കുറച്ച് വിഷയങ്ങളുമാണ് ഞാൻ ഇന്നത്തെ എൻ്റെ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അപ്പൊ നമുക്ക് നേരെ വിഷയത്തിലേക്ക് പോവാം. നമ്മൾ എല്ലാവരും വളരെ വിറച്ച് അല്ലെങ്കിൽ വിറങ്ങലിച്ച് നിന്ന നിമിഷങ്ങളായിരുന്നു കുറച്ചു നാൾ മുമ്പ് കടന്നുപോയ ആ വലിയൊരു ദുരന്തം. പഹൽഗ്രാമിലെ നമ്മുടെ പാവപ്പെട്ട 26 പേരെ ക്രൂരമായ രീതിയിൽ മതം ചോദിച്ചുകൊണ്ട് തന്നെ വെടിവെച്ച് കൊന്ന ഭീകരരുടെ കേന്ദ്രങ്ങൾ തേടി ഇന്ത്യ ആക്രമണം അഴിച്ചുവിട്ടു. അതായത് ഇന്ത്യയുടെ ലക്ഷ്യസ്ഥാനം പാകിസ്ഥാനിലെ സാധാരണക്കാരായിരുന്നില്ല, അവിടുത്തെ മിലിറ്ററി ക്യാമ്പുകളുമായിരുന്നില്ല, മറിച്ച് അവിടുത്തെ ഭീകരവാദികളുടെ താവളങ്ങളായിരുന്നു. അവർക്ക് വേണ്ടിയിട്ട് അവരെ ഊട്ടി ഉറക്കുന്ന അല്ലെങ്കിൽ അവർക്ക് ട്രെയിനിങ് കൊടുക്കുന്ന അവരുടെ കേന്ദ്രങ്ങളായിരുന്നു ഇന്ത്യൻ ആർമിയുടെ ലക്ഷ്യവും. കറക്റ്റ് അത് നിർവഹിക്കുകയും അത് കഴിഞ്ഞതിന് ശേഷം ഇന്ത്യ ലോകത്തിന് മുന്നിൽ പ്രസന്റ് ചെയ്തത്, ആ വിഷയത്തെ അവതരിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് മാധ്യമങ്ങളുടെ മുന്നിൽ പ്രസന്റ് ചെയ്തത് 2 നാരീ ശക്തികളായിരുന്നു. അതായത് ഇന്ത്യയുടെ അഭിമാനമായി ഇന്ത്യയുടെ 26 സ്ത്രീകളുടെ സിന്ദൂരം അഴിച്ചവർക്ക് മറുപടി എന്ന രീതിയിൽ അവർ എന്താണോ നമ്മൾ അവിടെ ചെന്ന് ചെയ്തത് അത് നമ്മൾ ലോകത്തിന് മുന്നിൽ വിളിച്ചു പറഞ്ഞത് 2 സ്ത്രീകളിലൂടെയായിരുന്നു. അതിൽ നമുക്ക് അഭിമാനത്തോടു കൂടിയും അതുപോലെ തന്നെ വളരെ പ്രൗഢിയോടും പറയാൻ പറ്റുന്ന ഒരു കേണൽ വേറെ ആരുമല്ല, കേണൽ സോഫിയ ഖുറേഷി. ഒരു ഗുജറാത്ത് സ്വദേശിയായ കേണൽ സോഫിയ ഖുറേഷി നമ്മൾ ഓരോ ഇന്ത്യനും അഭിമാനത്തിന്റെ അല്ലെങ്കിൽ ഓരോ ഭാരതീയനും അഭിമാനത്തോടു കൂടി നമുക്ക് എടുത്തു പറയാൻ പറ്റുന്ന നമ്മുടെ സ്ത്രീ ശക്തിയുടെ പ്രതീകമായിട്ട് തന്നെയാണ് നമ്മൾ പറഞ്ഞതും നമ്മൾ കണ്ടതും അവരുടെ പ്രവർത്തികളിൽ അവർ കാണിച്ചിട്ടുമുള്ളത്. ഇന്ത്യൻ സൈന്യത്തിന്റെ തന്നെ കോർപ്പസ് ഓഫ് സിഗ്നലിന്റെ ആദ്യ വനിതയാണ് ഈ പറയുന്ന കേണൽ സോഫിയ ഖുറേഷി. അതുപോലെ തന്നെ ഇന്ത്യയെ റെപ്രസെന്റ് ചെയ്ത് UN-ൽ നടത്തിയിട്ടുള്ള വിവിധ മിലിറ്ററി പരിപാടികളുടെ നേതൃപാഠവും ഏറ്റെടുത്ത് വളരെ ഇച്ഛാശക്തിയോടുകൂടി അത് നിറവേറ്റുന്നതിലും അതുപോലെ തന്നെ നമ്മുടെ ഇന്ത്യയുടെ പലതരത്തിലുള്ള ഓപ്പറേഷൻസിനും ലീഡർഷിപ്പ് ക്വാളിറ്റിയിൽ ഒന്നാമത് വരുന്നതിനും ഈ പറയുന്ന നമ്മുടെ അഭിമാനമായ കേണലിനെ കൊണ്ട് സാധിച്ചിട്ടുണ്ട്. പക്ഷെ ഇന്നലെ ഈ പറയുന്ന മധ്യപ്രദേശിന്റെ മന്ത്രിയായ ഈ വിജയ് ഷാ വളരെ വിഷം തുപ്പുന്ന അല്ലെങ്കിൽ ഒരു വർഗീയതയുടെ ചാട്ടുളി പോലെ നമ്മുടെ ഇന്ത്യയുടെ അഭിമാനത്തിന് ഒരു ക്ഷതം പറ്റുന്നത് പോലെ തന്റെ പദവി ഏതെന്ന് പോലും തിരിച്ചറിയാതെ തന്റെ ഉള്ളിൽ കിടന്ന ആ വിഷത്തെ സമൂഹത്തിന് മുന്നിൽ തുപ്പുകയുണ്ടായി. അതായത് ഈ പറഞ്ഞ നമ്മുടെ ഈ കേണലിനെ കുറിച്ച് ഒരു ഇന്ത്യയിലെ തന്നെ ഈ പറയുന്ന ഭരിക്കുന്ന പാർട്ടിയുടെ ഈ പറയുന്ന നമ്മുടെ സമൂഹത്തിന് ലീഡർഷിപ്പ് ക്വാളിറ്റിയിലുള്ള പാർട്ടിയുടെ തന്നെ അതായത് BJP-യുടെ തന്നെ ഒരു മന്ത്രിയായ ഈ പറഞ്ഞ വിഷം സമൂഹത്തിന് മുന്നിൽ വന്നു നിന്ന് പറഞ്ഞൊരു വാക്കെന്ന് പറയുന്നത്, അതായത് അവിടുത്തെ ഭീകരവാദികളുടെ സഹോദരിയെ കൊണ്ട് തന്നെ ഭീകരവാദികൾക്കെതിരെ ആയുധമെടുപ്പിച്ചു അല്ലെങ്കിൽ അവർക്കെതിരെ ആക്രമണം നടത്തി. നമുക്ക് അതിന്റെ ഒരു വീഡിയോ ക്ലിപ്പ്, അതിന്റെ ഒരു വിഷ്വൽസ്, ആ പറയുന്നതിന്റെ ഒരു വീഡിയോ ക്ലിപ്പ് ഉണ്ട്. ആ വിഷ്വൽസ് നമുക്ക് ആദ്യം ഒന്ന് കാണാം, എന്നിട്ട് നമുക്ക് ഈ വിഷയത്തെ കുറിച്ച് കുറച്ചും കൂടി ഒന്ന് സംസാരിക്കാം. बेटियों के सिंदूर उजाड़े थे, वही कटे पिटे लोगों को हमने उन्हीं की बहन भेज करके उनकी ऐसी की तैसी करवाई। एक बार मोदी जी के लिए जोरदार ताली बजाएं। उन्होंने कपड़े उतार के हमारे हिंदुओं को मारा और मोदी जी ने उनकी बहन को उनकी ऐसी की तैसी करने हमारे जहाज से उनके घर। अब मोदी जी कपड़े तो उतार नहीं सकते थे, इसलिए उनके समाज की बहन को भेजा कि तुमने हमारी बहनों को अगर विधवा किया है तो तुम्हारे समाज की बहन आके तुम्हें नंगा करके छोड़ेगी। देश का सम्मान, मान सम्मान और हमारी बहनों का सुहाग का बदला तुम्हारी जाति की समाज की बहनों को पाकिस्तान भेज करके कोई ले सकता है? और उन्होंने कहा തരത്തിലുള്ള യോഗ്യതാ പരീക്ഷകളും പാസ്സാവാതെയാണ് ഇന്നാട്ടിലെ എല്ലാ രാഷ്ട്രീയക്കാരന്മാരും ഈ പറയുന്ന വലിയ പദവികളിലേക്ക് എത്തുന്നത്. അതിൽ ചുരുക്കം ചിലർ മാത്രം രാഷ്ട്രത്തെ നല്ല രീതിയിൽ സേവിച്ചും സാധാരണക്കാരന് വേണ്ടി എന്തെങ്കിലും ചെയ്തുകൊണ്ട് അവൻ രാഷ്ട്രത്തിന്റെ ഈ പറയുന്ന ലീഡർഷിപ്പ് ക്വാളിറ്റിയിലേക്ക് എത്താറുണ്ട്. പക്ഷെ ഇതുപോലുള്ള കുറെ വിഷയങ്ങൾ, വർഗീയതയും അതുപോലെ തന്നെ കൊടിയ രീതിയിലുള്ള ഇമാതിരി വിഷങ്ങൾ തുപ്പിക്കൊണ്ട്
ജനങ്ങളുടെ ഇടയിൽ തിന്ന് വളർന്ന് ഒരു അട്ടയെ പോലെ ജീവിക്കുന്നു. ഒരു തരത്തിലുള്ള വിദ്യാഭ്യാസ യോഗ്യത വേണ്ട, ഒരു തരത്തിലുള്ള പരീക്ഷകളോ ഒന്നും തന്നെ വേണ്ട. ഒരു എന്താ പറയാ, ഒരു ഉന്നതങ്ങളിൽ ഒരു പിടിയോ അല്ലെങ്കിൽ എന്തെങ്കിലും തരത്തിലുള്ള മതപരമായിട്ടുള്ള ഒരു ഉന്നതിയോ എന്തെങ്കിലും ഉള്ള ഒരുത്തൻ ഈ നാട്ടിൽ നേതാവാണ്. പക്ഷേ മിസ്റ്റർ വിജയ് ഷാ, താങ്കൾ മനസ്സിലാക്കുക, ഒരു കേണൽ പദവിയിലെത്തി, അതുപോലെ തന്നെ ഇന്ത്യ എന്ന് പറയുന്ന സൈനിക വിഭാഗത്തിന്റെ ചുമതലകൾ ഏറ്റെടുത്ത് അതിന്റെ പ്രധാന പങ്ക് വഹിക്കുന്ന സോഫിയ ഖുറേഷി. അപ്പൊ അവർ വന്ന കടമ്പകളും അവർ തരണം ചെയ്തിട്ടുള്ള കഠിനമായ പരിശീലനങ്ങളും നിങ്ങൾക്ക് സാധിക്കത്തില്ല. കാരണം അവർ തന്നെ പറഞ്ഞിട്ടുണ്ട്, മസിൽ മാസ് അല്ല ഒരു സ്ത്രീയെ സംബന്ധിച്ചിടത്തോളം ഉയർന്നു വരാനുള്ള പ്രധാന ഘടകമെന്ന് പറഞ്ഞുകൊണ്ട് സ്ത്രീകൾക്ക് തന്നെ വളരെ മോട്ടീവായിട്ടുള്ള, അല്ലെങ്കിൽ സ്ത്രീകൾക്ക് വളരെയേറെ നല്ല ഒരുപാട് മെസ്സേജുകൾ പാസ് ചെയ്ത, നമ്മൾ അഭിമാനത്തോടു കൂടി ഭാരതം മുന്നിലേക്ക് വെച്ച, നമ്മുടെ നാടിന്റെ യശസ് ഉയർത്തി കാണിച്ച ഒരു വ്യക്തിയെ കുറിച്ച് എങ്ങനെയാണ് താങ്കൾക്ക് ഇമാതിരി വിഷം വന്നിരുന്ന് തുപ്പാൻ സാധിക്കുന്നത്? അതിൽ ഒരു കാര്യത്തിൽ നമുക്ക് സംശയമില്ല, താങ്കളുടെ ഉള്ളിൽ കിടക്കുന്ന വിഷം അറിയാതെ പുറത്തു വന്നതാണെന്ന് നമുക്ക് മനസ്സിലായി. അവിടെ ഏറ്റവും കൂടുതൽ, ഈ വീഡിയോ കണ്ട് നിങ്ങൾക്ക് മനസ്സിലാവും, അവിടെ ഏറ്റവും കൂടുതൽ നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യം അവിടെ നടക്കുന്നുണ്ട്. ഇതൊരു ഒറ്റപ്പെട്ട ആളുടെ സംഭാഷണമല്ല. കാരണം ആ വേദി, അവിടെ കൂടിയിരുന്ന ജനം ഈ അഭിപ്രായത്തോട് കൈയടിക്കുകയും അട്ടഹസിച്ച് ചിരിക്കുകയുമാണ് ഉണ്ടായത്. അപ്പൊ മനസ്സിലാക്കുക, ഇത്തരത്തിലുള്ള ഒരു കോക്കസുകൾ നമ്മുടെ നാടുകളിൽ വളർന്നു വരുന്നുണ്ട്. അത് നമ്മുടെ നാടിന്റെ നല്ല അന്തരീക്ഷത്തെ വളരെ രീതിയിൽ സുസ്ഥിരപ്പെടുത്തുകയും അതുപോലെ തന്നെ നമ്മളെ വിഘടിപ്പിച്ചു മാറ്റുവാനും പറ്റുന്ന ശക്തി അതിനുണ്ട്. ഇത്തരം വർഗീയതകളെ തിരിച്ചറിയുവാൻ നമ്മൾ ഓരോരുത്തരും ബാധ്യസ്ഥരാണ്. അവരെ അകറ്റി നിർത്തുവാൻ നമ്മൾ പ്രതിജ്ഞാബദ്ധരാവണം. എന്നാൽ മാത്രമേ അഖണ്ഡതയും വളരെയേറെ സംസ്കാര പൈതൃകവുമുള്ള നമ്മുടെ ഭാരതത്തിന്റെ യശസ്സും മതസൗഹാർദ്ദവും നമുക്ക് ഊട്ടിയുറപ്പിക്കാൻ സാധിക്കത്തുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെയുള്ള വിഷയങ്ങൾ നമ്മളുടെ ഇടങ്ങളിലേക്ക് കടന്നു വന്ന് ഇത്തരത്തിലുള്ള വിഷയങ്ങൾ തുപ്പുകയും അത് നമ്മുടെ സൊസൈറ്റിയിൽ സ്വാധീനം ചെലുത്തുകയും ചെയ്യും. അപ്പൊ ഇതിനെതിരെ കുറച്ച് ഒരു ദിവസം കഴിഞ്ഞപ്പോൾ തന്നെ ഖേദപ്രകടനവുമായിട്ട് ഈ പറയുന്ന മന്ത്രി വന്നു. അതൊരു പുഷിങ്, ഒരു പ്രസിംഗിന്റെ പുറത്ത്, ഒരു സമ്മർദ്ദത്തിന്റെ പുറത്തായുള്ള ഒരു ഖേദപ്രകടനമായിട്ട് മാത്രമേ നമുക്ക് സമൂഹത്തിന് കാണാൻ സാധിക്കത്തുള്ളൂ. ഈ പറയുന്ന വ്യക്തിയെ മന്ത്രിസ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്തി, BJP എന്ന് പറയുന്ന പാർട്ടിയുടെ ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തി സമൂഹത്തിന് BJP ഒരു മെസ്സേജ് പാസ് ചെയ്യണം. അല്ലെങ്കിൽ BJPനെ സംരക്ഷിക്കുന്നു, അല്ലെങ്കിൽ BJP ഇത്തരം വാക്കുകളെ അനുകൂലിക്കുന്നു എന്നുള്ള ഒരു മെസ്സേജ് ആയിരിക്കും സൊസൈറ്റിയിലേക്ക് പാസ് ചെയ്യപ്പെടുന്നത്. നല്ലവരായ ഒരുപാട് നേതാക്കൾ BJPക്കുള്ളിൽ ഉണ്ടാവും. പക്ഷെ അവർക്കെല്ലാം തന്നെ ഒരു കല്ലുകടി എന്ന രീതിയിലാണ് ഇത്തരക്കാർ മുന്നോട്ട് വരുന്നത്. കാരണം ഇത്തരക്കാരെ മാറ്റി നിർത്തേണ്ടത് നിങ്ങളുടെയും ആവശ്യമാണ്. കാരണം നിങ്ങൾ ഭാരതമെമ്പാടും പ്രവർത്തിക്കുന്ന ഒരു സംഘടനയുടെ, അല്ലെങ്കിൽ ഭാരതം ഭരിക്കുന്ന പാർട്ടിയുടെ ഒരു ശക്തമായ മുന്നണിയാണ്. അപ്പൊ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കും ഇതൊരു കല്ലുകടിയായ ഒരു വിഷയമാണ്. അതുപോലെ തന്നെ ഇത്തരത്തിലുള്ള വിഷയങ്ങളുമായിട്ട് വരുന്നവരെ ജനം തിരിച്ചറിയണം. കാരണം ഇവിടെ ഒരുപാട് പേരുടെ പേരിൽ രാജ്യവിരുദ്ധപരമായിട്ടുള്ള കേസുകൾ ഇപ്പോൾ രജിസ്റ്റർ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. കാരണം രാജ്യത്തിനെതിരെ പറയുന്നവനെ ഒരിക്കലും പാലൂട്ടി വളർത്താൻ പാടില്ല. അവൻ രാജ്യദ്രോഹി തന്നെയാണ്. അവൻ നിയമം അനുശാസിക്കുന്ന എല്ലാ ശിക്ഷകളും അവന് കൊടുക്കുക തന്നെ വേണം. നമ്മുടെ രാജ്യത്തിന്റെ അഭിമാനത്തിനും രാജ്യത്തിന്റെ യശസ്സും ഉയർത്തി കാണിക്കുന്നതിന് വേണ്ടിയിട്ട്, നമ്മുടെ നാട്ടിലൊരു മെസ്സേജ് എന്ന രീതിയിൽ തീവ്രവാദ ക്യാമ്പുകളിൽ ആക്രമണം നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മളെ ടീമിനെ ലീഡർ ചെയ്ത ഒരു വനിതാ ഉദ്യോഗസ്ഥയെ ഇത്തരത്തിൽ അവഹേളിച്ച ഈ പറയുന്ന BJPയുടെ ഈ മന്ത്രി എന്ന് പറയുന്ന വിജയ് ഷായും ഒരു തരത്തിൽ രാജ്യദ്രോഹ കുറ്റം തന്നെയല്ലേ ചെയ്തിരിക്കുന്നത്? ഇദ്ദേഹത്തിനെതിരെ നിയമപരമായിട്ടുള്ള എല്ലാ ശിക്ഷകളും അല്ലെങ്കിൽ എല്ലാ തരത്തിലുള്ള കേസുകളും എടുക്കേണ്ട സാഹചര്യത്തിലല്ലേ ഇപ്പോൾ നിൽക്കുന്നത്? എന്തിനാണ് ഇരട്ടത്താപ്പ് നയങ്ങൾ കൊണ്ടുവരുന്നത്? ഇതിനെതിരെയും അതിശക്തമായിട്ട് നമ്മുടെ സിസ്റ്റം വർക്ക് ചെയ്യണം. ഇത്തരത്തിലുള്ള പ്രസ്താവനകൾ നടത്തുന്നവരെ ഒറ്റപ്പെടുത്തുകയും നിയമത്തിന്റെ മുന്നിൽ കൊണ്ടുവന്ന് തക്കതായ ശിക്ഷ കൊടുക്കണമെന്നാണ് എന്റെ വ്യക്തിപരമായിട്ടുള്ള അഭിപ്രായം. അപ്പം രാജ്യത്തിന് എതിരെ സംസാരിക്കുന്നവരും രാജ്യത്തിന്റെ സുരക്ഷയ്ക്ക് വേണ്ടി നിൽക്കുന്ന ഇന്ത്യൻ ആർമിയിലെ ഉദ്യോഗസ്ഥരെ അവഹേളിക്കുന്നവർക്കും എതിരെ ശക്തമായ നടപടി എടുത്തില്ലെങ്കിൽ ഇത്തരത്തിലുള്ള വിജയ് ഷാകൾ ഇനിയും ഉയരും. ഇനിയും അവർ ഇത്തരത്തിലുള്ള വിഷയങ്ങൾ തുപ്പും. അപ്പൊ ഇതിനെതിരെ നല്ലൊരു നിയമ നടപടി തന്നെ ഉണ്ടാവട്ടെ എന്ന് പ്രാർത്ഥനയോടുകൂടി ഞാൻ എൻ്റെ ഇന്നത്തെ ഈ വിഷയം അവസാനിപ്പിക്കുന്നു. അടുത്തൊരു വിഷയമായി കാണുന്നവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നല്ലൊരു ദിവസം ഞാൻ ആശംസിക്കുന്നു.